Good morning, students. അപ്പോൾ ക്ലാസ്സിലത്തെ മാത്സിൻ്റെ ലെസൺ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് അല്ലേ? 2 എക്സസൈസും കൂടി ചെയ്യാനുള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി നമ്മളൊന്ന് ഓർത്തെടുക്കുകയാണ് ചെയ്യണത്. കാരണം ഈ പാഠഭാഗം കഴിഞ്ഞാൽ ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് എടുക്കും. ആ വർക്ക്ഷീറ്റിലെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്, പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാം, തന്നിരിക്കുന്ന ചിത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ 90 ഡിഗ്രിയേക്കാൾ കുറവാണോ 90 ഡിഗ്രി ഉള്ള കോണാണോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾ പറയും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വർക്ക്ഷീറ്റിലിടും. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. ഞാൻ നോട്ട് തന്നിട്ടുള്ളതൊക്കെ നോട്ട്ബുക്കിൽ ഉണ്ടാവുകയും വേണം. So first of all we studied what you mean by an angle. ആംഗിളിന്റെ ഡെഫിനിഷൻ എന്ത്, കോണുകൾ എന്ന് വെച്ചാൽ എന്ത്, 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ കോണുകൾ ഉണ്ടാകുന്നു, കോൺ ഉണ്ടാകുന്നു. 2 lines meeting at a point, an angle is formed. പിന്നെയോ ആംഗിൾസ് മെഷർ ചെയ്യാനുള്ള ടൂള് പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി. പിന്നെയോ ആംഗിൾസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡിഗ്രി. നെക്സ്റ്റ് എന്താണ് പഠിച്ചേ? തന്നിരിക്കുന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കി കോണുകൾ പലതരത്തിലുണ്ട്, അല്ലെങ്കിൽ മെഷറുകളെ, അവയുടെ മെഷറിനെ, അളവിനെ അടിസ്ഥാനമാക്കി കോണുകളെ പ്രധാനമായിട്ടും ഈ വർഷം 3 തരത്തിലുള്ള കോണുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളത്. 90 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള കോണുകൾ, 90 ഡിഗ്രിയേക്കാൾ കുറവുള്ള കോണുകൾ, 90 ഡിഗ്രി അളവുള്ള കോണുകൾ. അതിന് പേരും പറയും. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇറ്റ്സ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ, ബൃഹത് കോൺ. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ, ന്യൂനകോൺ. 90 ഡിഗ്രി ആണ് മെഷർ എങ്കിൽ മട്ടകോൺ, റൈറ്റ് ആംഗിൾ. An angle of measure more than 90 degree, it's an obtuse angle. Angle of measure less than 90 degree, it's an acute angle. Angle of measure exact 90 degree is called റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പൊ ഈ 3 തരത്തിലുള്ള ആംഗിൾസ് ചിത്രത്തിൽ തന്നാൽ സഹായത്തോടു കൂടി ഇതേത് തരം ആംഗിൾ ആണ് എന്നുള്ളത് നമ്മളായിട്ട് മെഷർ ചെയ്യാതെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് പഠിച്ചു. വിരിവിന്റെ അനുസരിച്ചിട്ട് വിരിവ് കുറവാണെങ്കിൽ അത് ഇന്നതിൽ പെടും, വിരിവ് കൂടുതലാണെങ്കിൽ അത് ഈ ആംഗിൾ ആണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് 2 ലൈനുകളും നിൽക്കുന്നത്, തിരശ്ചീനവും ലംബവുമായ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അത് ഇന്ന കോണാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഹൗ ടു ഡ്രോ ആൻ ആംഗിൾ ഫോർ ദ ഗിവൺ മെഷർ യൂസിങ് പ്രൊട്രാക്ടർ. കോൺമാപിനി ഉപയോഗിച്ച് തന്നിരിക്കുന്ന അളവിൽ എങ്ങനെ കോൺ വരയ്ക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. കോൺമാപിനിയിൽ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ നമ്മൾ പരിചയപ്പെട്ടു. 2 തരത്തിലുള്ള സ്കെയിൽ ഉണ്ട്. മുകളിൽ നിന്ന് ഉള്ള ഒരു സ്കെയില് 0 to 180 ഉണ്ട്, താഴെയും ഒരു സ്കെയില് 0 to 180. അതെങ്ങനെ മെഷർ ചെയ്യാം, ലൈൻ ഏത് ഭാഗത്തേക്കാണോ അവിടുന്ന് 0 തുടങ്ങുന്ന സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് വരയ്ക്കാനായിട്ട് പഠിച്ചു. നെക്സ്റ്റ്, ഹൗ ടു ഡിവൈഡ് എ സർക്കിൾ ഇൻടു ഈക്വൽ പാർട്സ് യൂസിങ് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സർക്കിളിനെ തുല്യ ഭാഗങ്ങളായി തിരിക്കുന്നത് അല്ലെങ്കിൽ ഭാഗിക്കുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഒരു വട്ടം കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് എങ്ങനെയാണ് തന്നിരിക്കുന്ന അളവിൽ ആംഗിൾസ് വരയ്ക്കുന്നത്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അല്ലെ, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൽ കണക്ക് നമ്മൾ ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഒരു കണക്കും കൂടെ ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. 15 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരയ്ക്കുക എന്തുപയോഗിച്ച്? നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ വരച്ചത്. പക്ഷെ ഇവിടെ നമ്മളോട് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് 15 ഡിഗ്രി അളവുള്ള കോൺ അഥവാ ആംഗിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 15 ഡിഗ്രി എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അളവുകൾ തമ്മിൽ കൂട്ടിയിട്ടല്ല വരയ്ക്കേണ്ടത്. അളവുകൾ ഏതെങ്കിലും അളവുകൾ, നമ്മുടെ സെറ്റ് സ്ക്വയറിലുള്ള 6 അളവുകളുണ്ട്, 6 കോർണറിലുള്ള മെഷേഴ്സ്.
ആ 6 അളവിലെ ഏതോ 2 കുറച്ചിട്ടാണ് നമുക്ക് ഇത് വരയ്ക്കേണ്ടത്. നമുക്കുള്ള സെറ്റ് സ്ക്വയറിലുള്ള അളവുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറയണം അല്ലെ. ഏതൊക്കെയാണ് വരുന്നത്? 90 ഡിഗ്രി വരുന്നുണ്ട്, ശരി. പിന്നെയോ 60 ഡിഗ്രി വരുന്നുണ്ട്, പറഞ്ഞോളൂ. 30 ഡിഗ്രി, പിന്നെ ഏത് വരുന്നു? 45 ഡിഗ്രി. പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ വരുന്നത് ഒരു 90 കൂടി ഉണ്ട്, പിന്നെ ഒരു 45 കൂടി ഉണ്ട് അല്ലെ. 2 90കളും 2 45കളും നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ 2 സെറ്റ് സ്ക്വയറിന്റെയും 6 മെഷേഴ്സിലെ 2 ഒരേപോലെ എഴുതും, പിന്നെ 2 വേറെ വേറെ എഴുതും. ഇങ്ങനെ 6 കോർണേഴ്സിലുള്ള 6 ആംഗിൾസ് മെഷർ നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏത് അളവുകൾ നമുക്ക് വേണ്ടത്. എത്രയാണ്? 15 ഡിഗ്രി ആണ് വേണ്ടത്. അപ്പൊ 15 ഡിഗ്രി വരയ്ക്കാനായിട്ട് തന്നിരിക്കുന്ന അളവിൽ ഏതൊക്കെ അളവുകൾ തമ്മിൽ കുറച്ചാലാണ് നമുക്ക് 15 ഡിഗ്രി കിട്ടുന്നത്? ഏതൊക്കെ അളവുകളാ? ഇത് 2 തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ തന്നെ കണ്ടെത്തി. എന്ത്? 60 - 45 ചെയ്യാൻ പറ്റും. 60 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? യെസ്, ഈ പറയുന്ന 15 ഡിഗ്രി കിട്ടും. അല്ലെങ്കിലോ 45 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി കുറച്ചാലും നമുക്ക് കിട്ടും. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താ? 60 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി കുറച്ചാൽ എന്ത് കിട്ടും? 15 ഡിഗ്രി കിട്ടും. അല്ലെങ്കിലോ 45 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രി കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? 15 ഡിഗ്രി കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഇത് 2 രീതിയിൽ ചെയ്താലും നമുക്ക് കറക്റ്റ് ആണ് ആൻസർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് ഇതിപ്പോ നോട്ട് ബുക്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണല്ല, ഈ 2 ചെയ്യണം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇത് 2 നമുക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഏത് ഉപയോഗിച്ചിട്ട് ഏത് ചെയ്താലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഒന്നില്ലെങ്കിൽ 60 45 60 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി 15 ഡിഗ്രി ആവാം, അല്ലെങ്കിൽ 45 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി 15 ഡിഗ്രി നമുക്ക് ചെയ്യാം. ഇതിൽ ഏത് ചെയ്താലും നമ്മുടെ ആൻസർ കറക്റ്റ് ആവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ നോട്ട് ബുക്കിൽ നിങ്ങൾ ഇത് 2 എഴുതിയെടുക്കണം. ഈ 2 രീതിയിലും നമുക്ക് ചെയ്താൽ 15 ഡിഗ്രി കിട്ടും എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ 2 ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത് 2 എഴുതിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് 2 എഴുതിയെടുത്തൂലോ. ഇനിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കേട്ടാ. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യം 60യും 45ഉം ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം? 60 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി കറക്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ 15 ഡിഗ്രി വരയ്ക്കുന്നു? അപ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ഏതാണ്? വലിയ മെഷർ ആദ്യം വരച്ചു നിൽക്കും. അപ്പൊ 60 ഡിഗ്രി ഞാൻ വരയ്ക്കുന്നു. 60 ഡിഗ്രിയുള്ള സെറ്റ് സ്ക്വയർ ഇതാണ്. അതിന്റെ ഏത് കോർണറാണ് 60 ഡിഗ്രി? ഈ കോർണറാണ് 60 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ കോർണർ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കോർണർ ഇവിടെ വെച്ച് 60 ഡിഗ്രി ഇതേ വരയ്ക്കാൻ പോകും. 60 ഡിഗ്രിയാണ് ഞാൻ വരയ്ക്കാൻ പോണേ. ആ കോർണർ ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ട് അതിന്റെ വശങ്ങളോട് ചേർത്ത് അങ്ങോട്ട് നീട്ടി വരച്ചാൽ മതി. ഇതാ, ഇനി ഇപ്പുറത്തെ ഭാഗത്തും നമ്മൾ നീട്ടി വരയ്ക്കും. ഇത് നീട്ടി വരച്ചു. അപ്പൊ നമുക്ക് 60 ഡിഗ്രി വരച്ചു വരും. 60 ഡിഗ്രി നമ്മൾ വരച്ചു. ഇനിയോ നമുക്ക് എന്താ വേണ്ടത്? 60യിൽ നിന്ന് 45 സബ്ട്രാക്ട് ചെയ്താലല്ലേ കിട്ടുന്നത്. 60 ഡിഗ്രി മൈനസ് 45 ഡിഗ്രിയാണ് നമുക്ക് 15 ഡിഗ്രി കിട്ടിയത്. ഇനി 45 ഡിഗ്രിയാണ് ഇതിൽ നിന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ സബ്ട്രാക്ഷൻ ആണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടലാണ് വന്നിരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? പുറത്ത് വെച്ചിട്ടാണ് പിന്നത്തെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ വരച്ചത് അല്ലെ. സബ്ട്രാക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം വരച്ച ആംഗിളിന്റെ ഉള്ളിലാണ് നമ്മൾ വെക്കുക. കാരണം കുറയ്ക്കല്ലേ വേണ്ടത്. കൂട്ടുകയാണെങ്കിലാണ് ഇതിനോട് ചേർത്ത്
പുറത്ത് വെച്ച് വരയ്ക്കേണ്ടത്. ഇത് കുറവാണ്, കുറയ്ക്കലാണ് വരുന്നത്, സബ്ട്രാക്ഷൻ ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 45 ഡിഗ്രി കോർണറുള്ള സെറ്റ് സ്ക്വയർ എടുത്തു. അപ്പൊ ഈ കോർണർ അല്ലെങ്കിൽ ഈ കോർണർ, ഇതിൽ ഏത് കോർണറും ഉപയോഗിക്കാം. അപ്പൊ ഏതെങ്കിലും 45ന്റെ കോർണർ നമ്മൾ എന്ത് ചെയ്തു, കോർണർ നമ്മൾ വരച്ച ആദ്യത്തെ ആംഗിളിന്റെ കോർണർ നമ്മൾ വരച്ച ആദ്യത്തെ ആംഗിളിന്റെ ഉള്ളില് ആ രണ്ട് ലൈന് കൂട്ടി യോജിക്കുന്നിടത്ത് വെച്ചു. എന്നിട്ട് സെറ്റ് സ്ക്വയറിന്റെ ഈ വശം ഈ ലൈനിനോട് ചേർത്ത് പിടിച്ച് നമ്മൾ അതിനോട് ചേർത്ത് വരയ്ക്കാൻ പോകും. ഇതിനോട് ചേർത്ത് നീട്ടി വരച്ചു. അതിനോട് ചേർത്ത് വരയ്ക്കുമ്പോ ഇവിടത്തെയാണ് 45 വരണേ അല്ലേ. അപ്പൊ ബാക്കിയുള്ളത് എന്തായിരിക്കും, 15 ഡിഗ്രി ആയിരിക്കും ബാക്കിയുള്ളത്. നമ്മള് സെറ്റ് സ്ക്വയർ 45ല് ചേർത്ത് വരയ്ക്കുമ്പോൾ ആ താഴെയുള്ളതല്ലേ 45 ഡിഗ്രി വരുന്നത്. അപ്പൊ മുകളിലുള്ളത് ബാക്കിയുള്ള 15 ഡിഗ്രി ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ആദ്യം 60 ഡിഗ്രി കോർണർ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 45 ഡിഗ്രി കോർണറുള്ള ആ സെറ്റ് സ്ക്വയർ ആദ്യം വരച്ച ആംഗിളിന്റെ ഉള്ളില് ആ കോർണർ നമ്മൾ വരച്ച ആദ്യത്തെ ആംഗിളിന്റെ കോർണറിനോട് ചേർത്ത് വെച്ച് സെറ്റ് സ്ക്വയറിന്റെ ഒരു വശം താഴെ വരച്ച വരയോട് ചേർത്ത് പിടിച്ച് മറ്റേ ഭാഗം നോക്കിയിട്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ബാക്കി കിട്ടുന്ന ആ 45 അടിയിൽ വരച്ചു, ബാക്കിയുള്ളതായിരിക്കും 15 ഡിഗ്രി ഉണ്ടാവുക. ആദ്യം 60 ഡിഗ്രിയാണ് വരച്ചത്, പിന്നെ 45 ഡിഗ്രി വരച്ചു, അപ്പോൾ ബാക്കിയുള്ള ഭാഗം 15 ഡിഗ്രി ആയിരിക്കും. ഒന്ന് വരച്ചോ. വരയ്ക്കൂ. 15 ഡിഗ്രി കറക്റ്റ് ആയിട്ട് വരയ്ക്കും. ഇത് 60 ഡിഗ്രിയാണ് മൊത്തം. ഇവിടെയുള്ളത് 45 ഡിഗ്രി ആയിരിക്കും ഈ വരച്ചത് അല്ലേ. നമ്മൾ രണ്ടാമത് വരച്ചത് 45 ഡിഗ്രി ആയിരിക്കും. ബാക്കിയുള്ളതാണ് 15 ഡിഗ്രി വരുന്നത്. മൈനസ് ഉള്ളത് നമുക്ക് അധികം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പക്ഷെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ 15 ഡിഗ്രി. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. 15 ഡിഗ്രി വരയ്ക്കൂ തന്നെ. 15 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുക, ഇതേപോലെ തന്നെ നമുക്ക് 45 മൈനസ് 30 വരയ്ക്കാൻ സാധിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ആദ്യം 45 ഡിഗ്രിയുടെ ആംഗിൾ വരയ്ക്കുക കോർണർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതിന്റെ 30 ഡിഗ്രി മെഷറുള്ള ആ കോർണർ ഇവിടെ വെച്ച് ഒരു ലൈൻ അതിന്റെ ഉള്ളിൽ കൂടെ വരയ്ക്കുക. ആദ്യം വരച്ച ആംഗിളിന്റെ ഉള്ളിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഒപ്പം ഇത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ വരയ്ക്കാൻ ശ്രമിച്ചാൽ കിട്ടും. വരയ്ക്കേണ്ട പാഠഭാഗമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സമയം കുറച്ച് ലാഗ് ചെയ്ത് പോകണം. ചെയ്യേണ്ട കണക്കാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. വരയ്ക്കേണ്ടതാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുന്നത്. പ്രൊട്രാക്ടർ എന്താണ്, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് എങ്ങനെയാണ് കോൺ വരയ്ക്കുക, ഇതൊക്കെ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്കൊരു പരിശീലനത്തിന്റെ അല്ലെങ്കിൽ അത് ആ ടൂളുമായിട്ടുള്ള ഒരു പരിചയം കുറവുണ്ടാവും. 4ാം ക്ലാസ്സിലൊന്നും ഇത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ സെറ്റ് സ്ക്വയർ പഠിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതുപോലെ കോൺ വരയ്ക്കാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ അല്ലെങ്കിൽ വരച്ചു നോക്കിയാൽ എളുപ്പമായിട്ട് തോന്നും. അപ്പൊ പെട്ടെന്ന് അയ്യോ ടീച്ചർ എടുക്കണത് മനസ്സിലാവണില്ലല്ലോ, ഒരു രക്ഷയില്ല, എനിക്ക് വരയ്ക്കാനേ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ആ തരുന്ന വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. എന്നിട്ട് വരച്ചു നോക്കുക. പല അളവുകൾ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ഇതിൽ ഏതെങ്കിലും പല സംഭവങ്ങൾ കൂട്ടി നോക്കിയാൽ ഇഷ്ടംപോലെ മെഷറുകൾ കിട്ടും അല്ലേ. ഇപ്പൊ 60യും 90യും കൂട്ടിയിട്ടുള്ള ഒരു 150 ഡിഗ്രി ആംഗിൾ നമ്മൾ വരച്ചു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച്. 90യും 40യും കൂട്ടിയിട്ടുള്ള ഒരു 135 ഒന്ന് വരച്ചു. അത് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അളവുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂട്ടിയും ഒക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. കുറയ്ക്കുകയാണെങ്കിൽ ആദ്യം വരച്ചതിന്റെ ഉള്ളിലാണ് വരയ്ക്കുക. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടാണുള്ളതെങ്കിൽ ആദ്യം വരച്ചതിന്റെ പുറത്ത് വെച്ചിട്ടാണ് സെറ്റ് സ്ക്വയർ രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുക. അത് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ, വേറെ ഒന്നും ഇതിൽ മനസ്സിലാക്കാനില്ല. ഓക്കെ.
വരയ്ക്കാൻ സാധിച്ചു അല്ലേ? അപ്പൊ മാച്ചോട്ടെ ഇത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പ്രോബ്ലം, പേജ് 17 സെക്കൻഡ് പ്രോബ്ലം നമ്മൾ അതാണ് ചെയ്യുന്നത്. പേജ് നമ്പർ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടാവണം. പേജ് നമ്പർ 17 സെക്കൻഡ് പ്രോബ്ലത്തിന്റെ ക്വസ്റ്റ്യൻ, അതായത് കളറൊക്കെ അടിച്ചിട്ട് ഒരു സർക്കിൾ തന്നിരിക്കുകയാണ്. അതിൽ യെല്ലോ കളർ ഉണ്ട്, അതുപോലെ ഗ്രീൻ കളറും ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഇൻ ദ ഫിഗേഴ്സ് ബിലോ calculate the fraction of the whole circle the green and yellow parts are. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ യെല്ലോ കളറിൽ കാണുന്നത് ആകെയുള്ള സർക്കിളിന്റെ എത്ര ഭാഗമാണ്, ഫ്രാക്ഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ബുക്കിലേക്ക് എഴുതുമ്പോൾ ഈ ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിന് നേടിയുള്ള സെന്റൻസ് എഴുതുക. എന്നിട്ട് എ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പിക്ചർ, ബി രണ്ടാമത്തെ പിക്ചർ, സി മൂന്നാമത്തെ പിക്ചർ, ഡി ഇ എഫ് അങ്ങനെ എ പിക്ചർ വരയ്ക്കുക, അതിന്റെ അടിയിൽ ടീച്ചർ ആൻസർ എഴുതി തരും, അത് ചെയ്യുക. ബി ചിത്രം വരയ്ക്കുക, ഇതുപോലെ കളർ നിങ്ങൾ സ്കെച്ച് ഒന്ന് യൂസ് ചെയ്ത് ക്രയോൺസോ അല്ലെങ്കിൽ കളർ പെൻസിലോ ഉപയോഗിച്ചിട്ട് ഇതേ കളർ കൊടുക്കാം, ഭംഗിയായിട്ട് വരയ്ക്കണം. അപ്പൊ ഈ സർക്കിൾ വരയ്ക്കേണ്ടത് ഏത് റേഡിയസിനാണ് ടീച്ചറെ വരയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ വരയ്ക്കാം. വലിയ ചിത്രമൊന്നും വേണ്ട, ഒരു 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ ഒക്കെ റേഡിയസ് ആരുള്ള ഒരു സർക്കിൾ വരച്ചാൽ മതി. എല്ലാം ഒരേ അളവായിക്കോട്ടെ, വേറെ വേറെ അളവാവണമെന്നില്ല. എന്നിട്ട് ഈ സർക്കിൾ വരച്ചിട്ട് ഏകദേശം അളവില് ഇതേപോലെ 20 ഡിഗ്രി അല്ലെങ്കിൽ ഇതിലെ അളവ് തന്നിട്ടുണ്ട് അല്ലേ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഏകദേശം ഇതിന്റെ ഷേപ്പ് വരുന്ന രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് കളർ ചെയ്യും. ഇതിൽ നമുക്ക് ഇതേ അളവിൽ തന്നെ നോട്ടിലേക്ക് വരയ്ക്കണം എന്നല്ല ചോദ്യം. തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡ് ആയിട്ട് തന്നിരിക്കുന്ന ഭാഗം ആകെയുള്ള സർക്കിളിന്റെ എത്ര എന്നാണ് ചോദ്യം. അതാണ് ആൻസർ. അല്ലാതെ ഇതേ ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതേ അളവിൽ വരയ്ക്കുകയല്ല, ഏകദേശം ഈ രൂപത്തിൽ വരുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നത് എ ക്വസ്റ്റ്യൻ, ഒരു സർക്കിൾ തന്നിരിക്കുന്നു. ആ സർക്കിൾ തന്നിട്ട് ഒരു 20 ഡിഗ്രി ഇതേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വിചാരിക്കും, 20 ഡിഗ്രി സർക്കിൾ. ഇത് യെല്ലോ കളറും ഇത് ഗ്രീൻ കളറുമാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ 20 ഡിഗ്രി എന്ന് പറയുന്നത് ആകെയുള്ള സർക്കിളിന്റെ എത്ര ഭാഗമാണ് യെല്ലോ ഷെയ്ഡ് തന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, ഈ സർക്കിളിന്റെ ഈ പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിളിന്റെ മെഷർ ടോട്ടൽ എത്രയാണ് വരിക? സർക്കിൾ ആണെങ്കില്, സർക്കിൾ എന്നല്ല, ഒരു പോയിന്റിന്റെ ചുറ്റുപാടുമുള്ള ആംഗിൾസുകൾ എല്ലാം കൂടി മെഷർ ചെയ്താൽ അല്ലെങ്കിൽ ആഡ് ചെയ്താൽ അതിന്റെ ടോട്ടൽ 360 ഡിഗ്രി ആയിരിക്കും വരിക. അത് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാം ചെയ്തത്. അപ്പൊ ഇത് മൊത്തം 360 ആണ്. ആ 360 ഇത് മൊത്തം ഉള്ളതിലെ 20 ഡിഗ്രി മാത്രം എന്ത് യെല്ലോ ഷെയ്ഡിങ് ആണ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ. അപ്പോൾ ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ഈ 20 ഡിഗ്രി ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്? അതെങ്ങനെയാ കാണാന്നറിയോ? നമുക്ക് തന്നിരിക്കുന്ന മെഷർ എത്രയാണോ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആകെയുള്ള മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ ഇതേപോലെ ഷേപ്പുകൾ വരച്ചിട്ട് നിങ്ങളോട് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇപ്പൊ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്, ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എത്രയാണോ അത് ന്യൂമറേറ്റർ ആയിട്ടും, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഫ്രാക്ഷൻ എന്നുള്ളത് പഠിച്ചിട്ടുള്ളതാ. ന്യൂമറേറ്റർ, ആ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്ന ഭാഗം ന്യൂമറേറ്ററും ആകെ എത്ര ഭാഗങ്ങളായിട്ടാണോ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത് അത് ഡിനോമിനേറ്ററും ആയിട്ടല്ലേ നമ്മൾ എഴുതാറ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന, അതായത് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്നാണ് എന്റെ ചോദ്യം. ആകെ ഉള്ളതിന്റെ എത്ര ഭാഗമാണ് യെല്ലോ കളർ തന്നിരിക്കുന്നത്? അപ്പൊ ആ യെല്ലോ കളർ തന്നിരിക്കുന്നത് എത്രയാണോ മെഷർ ചോദ്യത്തില് അത് ന്യൂമറേറ്ററും ആകെയുള്ളത് ഡിനോമിനേറ്ററും. ആകെയുള്ളത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആകെ ആംഗിൾസിന്റെ മെഷർ എത്രയാണ് വരുന്നത്? 360 ഡിഗ്രി. അപ്പൊ 20 by 360,
20 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ഫ്രാക്ഷൻ ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രാക്ഷൻ, പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ രൂപത്തിലാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് 20യും ഡിനോമിനേറ്റർ ആയിട്ട് 360യുമാണ് എഴുതേണ്ടത്. ഇനി ഇതിനെയാണ് നമ്മൾ ലോവസ്റ്റ് ഫോം ലീസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അല്ലാതെ വെറുതെ 20/360 എന്ന് എഴുതിയാൽ പോരാ, അതിന്റെ ലീസ്റ്റ് ഫോം ചെറിയ രൂപം എഴുതണം. ആ ചെറിയ രൂപം എഴുതാനായിട്ട് 2 മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഒരു മെത്തേഡ് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും കൂടി ഈ 2 നമ്പറുകളുടെയും HCF കണ്ടെത്തുക. അത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. HCF എന്ന് വെച്ചാൽ എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ? HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അത് കണ്ടെത്താനാണ് പറയുന്നത്. മുകളിലത്തെ നമ്പറിന്റെയും താഴത്തെ നമ്പറിന്റെയും. ചെറിയ ക്ലാസ്സുകളിൽ മലയാളം മീഡിയം ആണെങ്കിൽ ലസാഗു ഉസാഗ, ചെറുഗുണിതം വൻ പൊതുഘടകം, ഓക്കെ, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ഇതിന്റെ HCF നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ 2 രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. 20ന്റെയും 360ന്റെയും HCF ആണ് കാണാൻ പോകുന്നത്. HCF കാണാനായിട്ട് എന്താണ്? നമ്മൾ ഘടകങ്ങളാക്കുക, ഫാക്ടേഴ്സ് കണ്ടെത്തുക. 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മളിത് ചെയ്യും കേട്ടോ. ഫാക്ടേഴ്സ് ഇതേ കണ്ടെത്താൻ പോവാണ്. വീണ്ടും 2 5 പ്രാവശ്യം. ഇതല്ലേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്ന 20ന്റെ. അതുപോലെ 360ന്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്താൻ പോകും. 360ന്റെ ഫാക്ടേഴ്സ് എങ്ങനെ? 2, 150. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കണം. 5ാം ക്ലാസ്സിലെ ബുക്ക് നോക്കി എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം. ഘടകങ്ങളാക്കുന്നത് 90, 2, 45, 3, 15, വീണ്ടും 3, 5 അല്ലേ വരണേ? അതായത് 20 എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ സൈഡിലുള്ള സംഖ്യകളല്ലേ നമ്മൾ എഴുതാറുണ്ട്. 2 × 5 ഇതല്ലേ ഘടകങ്ങൾ വരുന്നത്. അതുപോലെ 360ന്റെ എങ്ങനെയാ ഘടകങ്ങളാക്കുന്നത്? ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഈ സൈഡിലുള്ള നമ്പറുകളെല്ലാം ഇൻഡു ചെയ്ത് എഴുതാം. 2 × 2 × 2 × 3 × 5 ഇത്രയും സംഖ്യകളാണ് വരുന്നത്. ഇനി ഇതിലെ പൊതുവായിട്ടുള്ള ഘടകം കിട്ടാനായിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. ഇങ്ങനെ പൊതുഘടകം അറിയാനായിട്ട് അതേ ഇങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്താണ് മനസ്സിലാക്കുന്നത്. അപ്പൊ 2ലുമുള്ള നമ്പറുകൾ ഏതൊക്കെയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു 2 പൊതുവായിട്ടുണ്ട്, പിന്നെയും ഒരു 2 പൊതുവായിട്ടുണ്ട്, പിന്നെയോ 5 പൊതുവായിട്ടുണ്ട്. ഈ പൊതുവായിട്ടുള്ള ഘടകങ്ങളെല്ലാം കൂടി ഇൻഡു ചെയ്താലാണ് വൻ പൊതുഘടകം, ചെറു പൊതുഗുണിതം എന്നാണ് മലയാളത്തിൽ പറയാ അല്ലെ? ചെറു പൊതുഗുണിതവും വൻ പൊതുഘടകവുമാണ് ഉള്ളത്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് വൻ പൊതുഘടകം അഥവാ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിലേതൊക്കെയാണ് ഈ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ? 2 2കള് പൊതുവായിട്ടുണ്ട്. ഇതിലൊരു 2 പൊതുവായിട്ട്, വീണ്ടും ഒരു 2 പൊതുവായിട്ട്. അപ്പൊ 2 2കളും പിന്നെ ഒരു 5ഉമാണ് പൊതുവായിട്ടുള്ളത്. അവ ഇൻഡു ചെയ്ത് കിട്ടുന്ന ഉത്തരം എത്രയാണോ അതായിരിക്കും നമ്മുടെ HCF. അപ്പോ നമുക്ക് ഇങ്ങനെ ഈ ഫ്രാക്ഷൻ എങ്ങനെ കിട്ടി? തന്നിരിക്കുന്ന ചിത്രത്തില് യെല്ലോ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എത്രയാണോ അത് ന്യൂമറേറ്റർ ആയിട്ടും മൊത്തം ആംഗിൾസിന്റെ മെഷർ എത്രയാണോ അത് 360 ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് ഡിനോമിനേറ്റർ ആയിട്ടും നമ്മൾ എഴുതി. എന്നിട്ട് ഇതിന്റെ ലഘു രൂപം കണ്ടെത്താനാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. HCF കണ്ടെത്തിയത് ആദ്യം ഈ 2 നമ്പറുകളുടെയും ഫാക്ടേഴ്സുകൾ കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് അതിലെ പൊതുവായിട്ട് 2ലും കൂടിയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ അതിന്റെ ഗുണനഫലമായിട്ട് വരും പ്രോഡക്റ്റ് ആണ് എന്റെ HCF. HCF കണ്ടെത്തി കഴിഞ്ഞാൽ, കഴിഞ്ഞിട്ടില്ല, HCF കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനോടും ഡിനോമിനേറ്ററിനോടും ഡിവൈഡ് ചെയ്യണം. കിട്ടിയ HCF എന്താണോ ആ HCFനെ നമുക്ക് കിട്ടിയ ഫ്രാക്ഷന്റെ ഇതിന്റെ ലഘുരൂപല്ലേ നമുക്ക് കാണേണ്ടത്. ആ ലഘുരൂപം കാണാൻ HCF എന്താണോ കിട്ടിയേക്കണേ ആ HCF നമ്പർ കൊണ്ട്
ന്യൂമറേറ്ററിനെയും ചെയ്യണം, ഡിനോമിനേറ്ററിനെയും ചെയ്യണം. അത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ന്യൂമറേറ്ററിലും ചെയ്യേണ്ടി വരും, ഡിനോമിനേറ്ററിലും ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 20 എന്നുള്ള നമ്പർ ആയ HCF കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20യെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. 1 എന്നില്ല, സെയിം നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാം. ഇനി 360നെ 20 കൊണ്ട് വർക്കിംഗ് കോളത്തിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. 360യെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 20 × 2 40 ആണ്. അപ്പൊ ഒരു പ്രാവശ്യം 20 ഡിവിഷൻ ഒക്കെ അറിയില്ലേ, 160 കിട്ടി അല്ലെ. ഇനി 20 160 എത്ര പ്രാവശ്യം പോവാ? 8 ടൈംസ് അല്ലേ പോവാ. അപ്പൊ 8 ടൈംസ് 160 0. അപ്പൊ എത്ര കിട്ടിയേ? 360നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 18. അപ്പൊ എന്റെ ആൻസർ എത്ര കിട്ടി? 1/18. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 1/18 മനസ്സിലാവുണ്ടോ? അപ്പൊ HCF ഉപയോഗിച്ചിട്ട്, അപ്പൊ HCF കാണാൻ അറിയുന്നില്ല, വൻ പൊതുഘടകം കാണാനായിട്ട് അറിയില്ല എങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബുക്ക് എടുക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് സൈഡിലൊന്നുമല്ല, നിങ്ങൾ ആദ്യം ഈ 2 നമ്പറുകളെ ഫാക്ടറൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിലാണ് ഇത് എഴുതുന്നത്. ടീച്ചർക്ക് അടിയിൽ സ്ഥലമില്ല, എഴുതിയാൽ കാണില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ എഴുതിക്കണം. ആദ്യം 20യെ ഫാക്ടറൈസ് ചെയ്യുക, പിന്നെ 360നെ ഫാക്ടറൈസ് ചെയ്യുക. എന്നിട്ട് ഈ 2 ഫാക്ടറൈസേഷന്റെയും അടിയിലാണ് 20 = 2 എന്ന് പറഞ്ഞിട്ട് 2 × 2 × 5 എഴുതി. 360 = 2 × 2 × 2 × 3 × 3 × 5 എഴുതി. എന്നിട്ട് രണ്ടിലും കൂടിയുള്ളത് ഏതാണെന്ന് അറിയാൻ നമ്മൾ ഇതാ ഇതുപോലെ വട്ടട്ട് വരച്ച് കണ്ടെത്തി. അപ്പൊ ഒരു 2 ഉണ്ട്, പിന്നെയും ഒരു 2 ഉണ്ട്, ഒരു 5 ഉണ്ട് പൊതുവായിട്ട്. ആ സംഖ്യകൾ HCF = അല്ലെങ്കിൽ മലയാളം മീഡിയം ആണെങ്കിൽ 1 പൊതുഘടകം = എന്ന് പറഞ്ഞു എഴുതി. ആ പൊതുവായ ഘടകങ്ങളെ ഇൻടു ചെയ്ത് കിട്ടി. ആ ആൻസർ അല്ലെങ്കിൽ ആ HCFനെയാണ് നമുക്ക് കിട്ടിയ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രോബ്ലം ഇങ്ങനത്തെ ചെയ്യുമ്പോൾ നമുക്ക് പഴയ 5ാം ക്ലാസ്സിൽ പഠിച്ച എന്ത് HCF LCM കാര്യങ്ങളും കൂടി നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഒന്ന് എഴുതിയെടുക്കുക. ഇതിന് തന്നെ ഈസി മെത്തേഡിലുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ HCF കാണാതെ വേറെ രീതിയുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ സാധിക്കും. അപ്പൊ ആദ്യം ഇത് തന്നെ ഫോളോ ചെയ്യണം, കാരണം കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് HCFഉം LCMഉം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അതേപോലെ എഴുതിയെടുത്തോളൂ. ഫാക്ടറൈസേഷനൊക്കെ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് കണക്കുകൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹൗ ടു ഫാക്ടറൈസ് എന്നുള്ളത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ആ ബുക്കൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്നും കൂടെ നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺസ് ആൻസർ 1/18. ഇതേപോലെ 20 ഡിഗ്രി വെച്ച് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ 18 ഭാഗങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. 20 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വരച്ചെടുക്കുകയാണെങ്കിൽ 18 ഭാഗങ്ങൾ കിട്ടും. ആ 18 ഭാഗങ്ങളിലെ ഒരു ഭാഗമാണ് നമുക്ക് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായി? യെസ്, ആച്ചോട്ടെ. Okay, shall I rub the ball? Yes. Next one. Next circle. അതിലും ഇതേപോലെ നമുക്ക് യെല്ലോ കളറിൽ തന്നിരിക്കുന്നത് എത്ര ആംഗിള്? നെക്സ്റ്റ് നോക്കി ഒന്ന് പറയൂ, എത്ര ആംഗിള് തന്നിരിക്കുന്നത്? 24 ഡിഗ്രി ആണ് എന്ന് തോന്നുന്നു അല്ലെ? 24 ഡിഗ്രി. ഇതേ ചോദ്യം തന്നെയാണ്. ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്? എത്ര ഭാഗമാണ് യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം.
അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഫ്രാക്ഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. ഫ്രാക്ഷൻ എഴുതാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിന്റെ ലോവസ്റ്റ് ഫോം കാണാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ഇതിന്റെ ഫ്രാക്ഷൻ എന്താ വരിക? ആകെയുള്ളതിന്റെ എത്ര ഭാഗമാണ് 24 ഡിഗ്രി എന്നുള്ളത് യെല്ലോ കളർ ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ആംഗിൾസ് മെഷർ എത്രയാണോ അത് ന്യൂമറേറ്ററും, പിന്നെയോ ടോട്ടൽ എത്രയാണ് വരിക? ഒരു പോയിന്റിന്റെ ചുറ്റുപാടുമുള്ള ആംഗിളിന്റെ മെഷർ എത്രയാണ്? ടോട്ടൽ എത്രയാണ് വരിക? 360 ഡിഗ്രി. 24/360. ഇതാണ് നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ ഫോം കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇതേ രീതിയിൽ തന്നെ ആൻസർ എഴുതാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇതിനെ ലോവസ്റ്റ് ഫോം കണ്ടെത്തണം. ലോവസ്റ്റ് ഫോം കണ്ടെത്താനായിട്ട് നമുക്ക് എന്തുണ്ട്? ഈ രണ്ട് നമ്പറിന്റെയും HCF കണ്ടെത്തണം. ഈ രണ്ട് നമ്പറിന്റെയും കൂടി HCF കണ്ടെത്തണം. അഥവാ വൻ പൊതുഘടകം കണ്ടെത്തണം. ആ വൻ പൊതുഘടകം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ട് നമ്പറിനെയും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ, ഘടകങ്ങളാക്കാനും അറിയണം. അപ്പൊ ആ ഘടകങ്ങളാക്കാൻ അറിയണമെങ്കിൽ നമ്മൾ അത് 5ാം ക്ലാസ്സിലോട്ട് പോകണം. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ മുകളിലത്തെ നമ്പറിന്റെ ഘടകങ്ങൾ ഞാൻ എഴുതുന്നു. ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. 24നെ നമ്മള് ഫാക്ടറൈസ് ചെയ്യുന്നു. 2 പോവും 12 ടൈംസ് again 2 അല്ലേ, 6 ടൈംസ് 2 3 ടൈംസ്, പിന്നെ 3ൽ 3 തന്നെ പോകുള്ളൂ അല്ലേ. അതേപോലെ 360 നമ്മളെ എല്ലാ കണക്കിലും നമുക്ക് ആവശ്യപ്പെട്ടതാണ്. കാരണം ഡിനോമിനേറ്റർ എന്തായാലും 360 എല്ലാത്തിൻ്റെയും വരുള്ളൂ. ഓക്കെ, 2 180, then again 2 90, 2 45, പിന്നെ 2 പോവില്ല. കാരണം വൺസ് പ്ലേസിലെ ഓഡ് നമ്പർ വന്നാൽ പോവില്ല അല്ലേ. ഒറ്റ സംഖ്യയാണ് 1ാം സ്ഥാനത്ത് വരുന്നത് എങ്കിൽ, ഒറ്റയുടെ സ്ഥാനത്ത് ഒറ്റ സംഖ്യയാണ് വരുന്നത് എങ്കിൽ 2 പോവില്ല. പിന്നെ എന്തേ പോവുള്ളൂ? 15, again 3 5. ഈ 5ൽ 5 അല്ലേ പോവുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എടുത്ത് എഴുതുകയാണ് എന്ത്? 24. അതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 2 × 2 × 2 × 3 അല്ലേ വരിക? 2 × 2 × 2 × 3. അതുപോലെ 360യുടെയും ഇതേപോലെ എടുത്ത് എഴുതുന്നു. 360 എന്ത് വരുന്നു? 3 2കള് 2 3 1 5 അല്ലേ വരുന്നേ. അപ്പൊ 2 × 2 × 2 × 3 × 2 3കളുണ്ട് 3 × 5 അല്ലേ വരിക? 2 × 2 × 2 × 3 × 3 × 5. ഇനി നമ്മൾ ക്ലബ് ചെയ്യാണ് ഒരേപോലെയുള്ളത്. പൊതുഘടകം ഏതൊക്കെയാണെന്നാണ് ഞാൻ നോക്കണത്. അപ്പൊ അതേ ഒരു 2 കിട്ടി. പിന്നെ നോക്കിയപ്പോ വീണ്ടും ഒരു 2 കിടക്കണം. അപ്പൊ അതും ഞാൻ ഇങ്ങനെ വരച്ചു. പിന്നെയോ അതേ ഒരു 3 കിടക്കണോ? ആ 3 ഞാൻ വരച്ചു. അപ്പൊ ഒരു 2 2 2 3 2 ഒരു 3. അപ്പൊ HCF is equal to HCF അഥവാ എന്ത് എഴുതണം മലയാളംകാര്? വൻ പൊതുഘടകം. HCF അഥവാ അതിനെ പറയുന്നത് എന്താണ്? വൻ പൊതുഘടകം. വൻ പൊതുഘടകം അഥവാ HCF is equal to എത്ര 2കളാണ്? 1 2 3 2കളല്ലേ പൊതുവായിട്ട് വന്നത്. പിന്നെയോ ഒരു 3 വന്നു. ഒരു 3 വന്നിട്ടുള്ളൂ. പിന്നത്തെ 3 5 ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് 2ലും വന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 2 2s are 4, 4 2s are 8, 8 3s are 24. അപ്പൊ നമുക്ക് HCF 24 കിട്ടി. HCF 24. ഇനി 24 കിട്ടിയാൽ അങ്ങോട്ട് 2 വര വരച്ച് കൈയിട്ടിരിക്കുകയല്ല ചെയ്യാ. പിന്നെന്താ ചെയ്യേണ്ട? ഉത്തരമായിട്ടില്ല. നമുക്ക് ഇതിന്റെ എന്ത് കാണണം? ലോവസ്റ്റ് ഫോം കാണാനാണ് ഈ പണി മുഴുവൻ ഞാൻ ചെയ്തത്. അപ്പൊ ലോവസ്റ്റ് ഫോം കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കിട്ടിയ HCF എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. 24നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. ഇനി 360നെ
24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴോ 360യെ 24 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുക. 360 divides 24. നിങ്ങൾ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കാൻ പാടുള്ളൂ കേട്ടോ. മാർജിൻ ഉണ്ട്, വർക്കിംഗ് കോളം ഉണ്ട്. അപ്പൊ വർക്കിംഗ് കോളത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾക്ക് ശരിക്കുള്ള ഭാഗത്ത് തന്നെ ചെയ്യണം. ഓക്കെ, പേന കൊണ്ടാണ് എഴുതേണ്ടത്, വരയ്ക്കേണ്ടത് പെൻസിൽ കൊണ്ടും, എഴുതേണ്ടത് മുഴുവൻ പേന കൊണ്ടുമാണ്. അപ്പൊ 24 36 എത്ര പ്രാവശ്യം പോവാ? 2 പ്രാവശ്യം പോവോ? 2 പ്രാവശ്യം ഒന്നും പോവില്ലല്ലോ, 1 പ്രാവശ്യമല്ലേ പോവുള്ളൂ. അപ്പോഴോ 2 1 0. ഈ 0 ഇവിടെ ആക്കിയിട്ടു. അപ്പൊ 120. ഇനി 24 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 24 എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് 120 കിട്ടുന്നത് എന്ന് നോക്കി. അപ്പോഴോ 5 അല്ലേ വരണേ? 5 കൊണ്ട് 120 കിട്ടി. സബ്ട്രാക്ട് ചെയ്ത് 0 കിട്ടി. അപ്പൊ എത്ര കിട്ടി? 15. ആൻസർ എത്ര കിട്ടി? 1/15. ന്യൂമറേറ്റർ എപ്പോഴും 1 തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടാ. ചിലപ്പോൾ 2/18, 3/16 അങ്ങനെയൊക്കെ വരാം നമുക്ക് ആൻസർ. എപ്പോഴും ഇപ്പൊ 2 പ്രോബ്ലത്തിലും 1 തന്നെ വന്നു. അതുകൊണ്ട് എല്ലാ കണക്കിലും 1 തന്നെ വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. 1/15 ഈ ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ നോക്കൂ, ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത് തന്നിരിക്കുന്ന മെഷർ എന്താണോ അത് ന്യൂമറേറ്ററും, മൊത്തം ആംഗിൾസിന്റെ മെഷർ എത്രയാണോ അത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതിയപ്പോൾ നമുക്ക് 24/360 കിട്ടി. പിന്നെ ഈ കിട്ടിയ ഫ്രാക്ഷന്റെ ലോവസ്റ്റ് ഫോം കണ്ടെത്താൻ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും HCF ഫാക്ടറൈസ് ചെയ്ത് നമ്മൾ കണ്ടെത്തി. അപ്പൊ HCF ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് കോമൺ ഫാക്ടറുകൾ എന്തൊക്കെയാണോ ആ ഫാക്ടേഴ്സിന്റെ ഒക്കെ പ്രോഡക്റ്റ് ആയിരിക്കും എന്റെ HCF അഥവാ വൻ പൊതുഘടകം. HCF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഫ്രാക്ഷന്റെ ലോവസ്റ്റ് ഫോം കാണേണ്ട ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കിട്ടിയ HCF എത്രയാണോ അതുകൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്യണം. അത് നിർബന്ധമാണ്. ഒരു ഭാഗം മാത്രം ഡിവൈഡ് ചെയ്താൽ ആൻസർ കറക്റ്റ് ആവില്ല. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1/15 എന്ന് കിട്ടി. ഓക്കെ, ശേഷം അതിലെ മൂന്നാമത്തെ കണക്ക്, അതായത് സിയും ഡിയും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. എന്താ, മുഴുവനും ചെയ്യാൻ പറയുന്നില്ല. എയും ബിയും ആണ് നമ്മളിപ്പോൾ ചെയ്തത്. സിയും ഡിയും, അതായത് സി എന്നുള്ളത് 54 ഡിഗ്രിയും ഡി എന്നുള്ള ക്വസ്റ്റ്യൻ 80 ഡിഗ്രിയുമാണുള്ളത്. ആ 2 കണക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തുകൊണ്ട് വരിക നോട്ട്ബുക്കിൽ. നമുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കണം. എല്ലാം ടീച്ചർ ഇതുപോലെ ബോർഡിൽ തന്നാൽ ബുദ്ധിമുട്ടാകും. നിങ്ങൾ തന്നെ ചെയ്യില്ല കേട്ടോ. അപ്പൊ സിയും ഡിയും ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. ഓക്കെ, ബൈ.